ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം. പാലിയോലിത്തിക് പീരീഡിലെ ഇത് നമ്മൾ നിയോലിത്തിക് പീരീഡും മിസോലിത്തിക് പീരീഡും പിന്നെ മെറ്റൽ ഏജും പിന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്, അതിന് കുറച്ച് പാർട്ട് വരുന്നുണ്ട്. വേദിക് പീരീഡും കുറച്ച് പാർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീസോലിത്തിക് ഏജ്? അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ചിലപ്പോൾ സെയിലിംഗ് ഫീച്ചേഴ്സ് എന്നായിരിക്കാം, ഇമ്പോർട്ടൻസ് എന്നായിരിക്കാം. നമുക്ക് ഒന്നാമത്തത് യൂസ് ഓഫ് മൈക്രോലിത്സ് ഓർ വെരി സ്മാൾ സ്റ്റോൺ അല്ലേ. ചെറിയ സ്റ്റോണിൻ്റെ ടൂൾസുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിനെ മൈക്രോലിത്ത് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞു. എപ്പാർട്ട് ഫ്രം ഗാദറിങ് ആൻഡ് ഹണ്ടിങ്, ഹണ്ടിങ്ങിൽ നിന്ന് മാറി. ഗാദറിങ് എന്ന് പറഞ്ഞാൽ ഗാദറിങ് എന്ന് വെച്ചാൽ എന്താണ്? ശേഖരണവും വേട്ടയാടലും. അതിൽ നിന്ന് മാറി ഫിഷിംഗ് ആൾസോ ബിക്കെയിം എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, മീൻപിടുത്തവും അവരുടെ ഒരു ജീവിതചര്യയായി മാറി. ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിനെ വളർത്തിയിരുന്നു എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട്. അമ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദങ്ങൾ. ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, അതായത് അവരുടെ ജെൻഡർ എന്ന് വെച്ചാൽ ആണ് പെണ്ണ്, അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് അവർ അവരുടെ ജോലിയെ തിരിച്ചിരുന്നു. എക്സാമിൻ പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് മീസോലിത്തിക് ടൂൾസ്. പാലിയോലിത്തിക് ടൂൾസിൻ്റെയും മീസോലിത്തിക് ടൂൾസിൻ്റെയും പ്രത്യേകതകൾ. പാലിയോലിത്തിക് ടൂൾസ് ഏതാണ്? മെയ്ഡ് ഫ്രം സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, സിമ്പിൾ ആൻഡ് ക്രൂഡ് ആയിരുന്നു. യൂസ്ഡ് ഫോർ ഹണ്ടിങ് ലാർജ് അനിമൽസ് ആൻഡ് ഗാദറിങ് പ്ലാന്റ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹാൻഡ് ആക്സ് ഉണ്ടായിരുന്നു, സ്റ്റോൺ ന്യൂസ് ഉണ്ടായിരുന്നു, സ്പിയേഴ്സ്, ക്ലബ്സ്. ഇനി മീസോലിത്തിക് ടൂൾസോ? മെയ്ഡ് ഫ്രം അതും സ്റ്റോണും വുഡും ബോണും ഒക്കെ കൊണ്ടിട്ടുള്ളതായിരുന്നു. ഹാൻഡിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൊമ്പ്, വേട്ടയാടി പിടിച്ചിരുന്ന മൃഗങ്ങളുടെ കൊമ്പും അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെന്താണ്? മോർ കോംപ്ലക്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. പിന്നെന്താണ്? മൈക്രോലിത്ത് ആയിരുന്നു അല്ലേ. എന്ന് വെച്ചാൽ അവിടെ എഴുതിക്കോണം മൈക്രോലിത്ത്സ്. മൈക്രോലിത്ത് എന്ന് വെച്ചാൽ ചെറിയ സ്മാൾ ടൂൾസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചത്? യൂസ്ഡ് ഫോർ ഹണ്ടിങ് സ്മാളർ അനിമൽസ്, ഫിഷിംഗ് ആൻഡ് ഗാദറിങ് ഷെൽ ഫിഷ്. എക്സാമ്പിൾസ് ഏതാണ്? മൈക്രോലിത്ത്സ് അറിയാമല്ലോ, ചെറിയ സ്മാൾ സ്റ്റോൺ ടൂൾസിനെയാണ് മൈക്രോലിത്ത്സ്. അതായിരുന്നു അവിടെ സ്പെഷ്യൽ, അതായത് മീസോലിത്തിക് പീരീഡിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദ യൂസ് ഓഫ് മൈക്രോലിത്ത്സ് ആയിരുന്നു. പിന്നെ ഹാർപൂൺസ് അറിയാം, ഫിഷ് ഹുക്സ്, ബോസ് ആൻഡ് ആരോസ്. മേജർ മീസോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മീസോലിത്തിക് സൈറ്റുകൾ ബിംബേഡ്ക, ലാഗ്ജോർ ആൻഡ് കത്തോഡിയ ഇൻ മധ്യപ്രദേശ്. ഇനി എന്താണ്? മീസോലിത്തിക് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലുള്ള, ഫാഹിയാൻ കേവ് ശ്രീലങ്ക, സരായ് നഗർ UP-യിൽ. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ മൈക്രോലിത്ത്സ്? ഞാൻ പറഞ്ഞു മൈക്രോലിത്ത്സ് എന്താണ്? സ്മാളർ ടൂൾസ്, ചെറിയ ടൂൾസ്, അതാണ് മൈക്രോലിത്ത്സ്. വാട്ട് ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് സ്റ്റാർക്കാർ കേവ് ഇൻ ഇംഗ്ലണ്ട്? എന്തായിരുന്നു? ദ മെയിൻ അട്രാക്ഷൻ ഓഫ് സ്റ്റാർക്കാർ കേവ് ഇൻ ഇംഗ്ലണ്ട് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമൈൻസ്. വാട്ട് ആർ ദി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഫൗണ്ട് ഫ്രം സരായ് നഗർ റോയ് ഇൻ ഉത്തർപ്രദേശ്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസസ്? എന്തൊക്കെയാണ്? ടാൾ ഹ്യൂമൻ ബോൺസ്, ഒരു നീളമുള്ള ഹ്യൂമൻ ബോൺസ് സീഡ്സുകൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അനിമൽ ഹൈഡ് വെയർ യൂസ്ഡ് ആസ് ക്ലോത്തിങ്, അനിമൽസിൻ്റെ തുകൽ ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വസ്ത്രത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ എവിഡൻസുകൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദി ഹ്യൂമൻസ് ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. മനുഷ്യർ, നമ്മൾ പറഞ്ഞു പാലിയോലിത്തിക് ഏജിലൊക്കെ ഹണ്ടിങ്ങും അതുപോലെ ഗാദറിങ്ങും ആയിരുന്നു. പിന്നീട് അവർ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഗ്രികൾച്ചറും തുടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞു. അതിന് വഴിവെച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ചിലപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറയാം, ചിലപ്പോൾ സർക്കംസ്റ്റാൻസസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയാം. പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ജനസംഖ്യ വർധനവ് വന്നപ്പോൾ അവർ വേറെ സ്ഥലങ്ങൾ തേടി പോകേണ്ടി വന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻസ്, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ചേഞ്ചസ് ഇൻ ടെക്നോളജി. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ ആ ഭാഗത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കിട്ടും. ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ്. നിയോലിത്തിക്
ടൂൾസിൻ്റെ പ്രത്യേകത നമ്മൾ പാലിയോലിത്തിക് പറഞ്ഞു, മീസോലിത്തിക് ടൂൾസിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഇനി നിയോലിത്തിക് ടൂൾസിൻ്റെ പ്രത്യേകത പോളിഷ്ഡ് ടൂൾസാണ്. ഷാർപ്പ് ആൻഡ് ഫ്ലാറ്റ് കട്ടിംഗ് എഡ്ജ്, ഡിഫറെൻറ്റ് ഷേപ്സ് അക്കോർഡിംഗ് ടു ദെയർ പർപ്പസ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഈ ടൂൾസിനെ പല പല ഷേപ്പുകളിലാക്കിയിരുന്നു. യൂസ്ഡ് കളേർഡ് സ്റ്റോൺ ടു മേക്ക് ദ ടൂൾസ്. ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡിൽ കൃഷി ചെയ്യാൻ സാധിച്ചിരുന്നു. ആൻഡ് ആൾസോ ടില്ലിങ് ദ സോയിൽ ആൻഡ് കട്ടിങ് ഡൗൺ ദ ട്രീസ്. ടില്ലിങ് എന്ന് വെച്ചാൽ മണ്ണ് മാന്താനും കുഴിക്കാനും അതുപോലെ തന്നെ മരങ്ങൾ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടൂൾസുകൾ ഉണ്ടാക്കിയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഡിഫറെൻറ്റ് നിയോലിത്തിക് സെൻറ്റേഴ്സ് ആൻഡ് കൺട്രീസ്. നമുക്ക് ജെറിക്കോ ഇൻ പാലസ്തീൻ, ജർമു ഇൻ ഇറാഖ്, അലിക്കോഷ് ഇൻ ഇറാഖ്, മെഹ്ഗാർ ഇൻ പാകിസ്ഥാൻ. ഇതാണ് പ്രധാനപ്പെട്ട നിയോലിത്തിക് സെൻറ്റേഴ്സുകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് പീരീഡിൻ്റെ പ്രത്യേകത എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് വന്നു. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആൻഡ് അഗ്രേറിയൻ വില്ലേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. The storage of grain, introduction of pottery, use of bricks made of clay. They are also engaged in pottery, weaving, etc. Society came into include different occupational groups. This resulted for the social formation. പിന്നെ ഇവിടെ ടൂൾസിൻ്റെ കാര്യം കൂടി എഴുതിയേക്കണം. ടൂൾസ് ഞാൻ എഴുതിയിട്ടില്ല ഇതിനകത്ത്. ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ഷേപ്സ് ഓഫ് ടൂൾസ് ദേ വെയർ യൂസ്ഡ്. നെക്സ്റ്റ് നമ്മൾ മെറ്റൽ ഏജിലോട്ട് വന്നു. വിച്ച് മെറ്റൽസ് വാസ് യൂസ്ഡ് ഫസ്റ്റ് ഇൻ മെറ്റൽ ഏജ്? കോപ്പർ. ആദ്യം ഉപയോഗിച്ചത് കോപ്പറാണ്. വാട്ട് വെയർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ഓവർ സ്റ്റോൺ ടൂൾസ്? ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സ്യൂട്ടബിൾ ഷേപ്സ് ആൻഡ് ഫോംസ്, ഡ്യൂറബിലിറ്റി, ഹാർഡിനെസ്, ഷാർപ്പർ കട്ടിംഗ് എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ചാൽക്കോലിത്തിക് ഏജ്? ദിസ് period when copper tools used along with the stone tools is called the chalcolithic. എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ കൂടെ സ്റ്റോണും ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഞാൻ പാഠഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിരുന്നു, നിങ്ങൾ പോയി കണ്ടാൽ മതി. നെക്സ്റ്റ് വരുന്നത് വാട്ട് വെർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ലൈഫാണ്. അർബൻ അല്ല, അർബൻ ലൈഫ്. അർബനൈസേഷൻ ബിഗിൻ വെൻ ദ റീജൻ കം ടു ബി ഡെൻസിലി പോപ്പുലേറ്റഡ് വെൻ ദ മെജോറിറ്റി ഏൺഡ് ദർ മീൻസ് ഓഫ് living through non-agrarian activities such as craft, trade, etc. Wide street, public buildings, better facilities, busy life and entertainment are the hallmarks of an urban life. Next question വരുന്നത് ലിസ്റ്റ് ഔട്ട് ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഏതൊക്കെയാണെന്ന് നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഹാരപ്പൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ. Compare the life of the people in early Vedic and later Vedic period. ഏർലി വേദിക് പീരീഡിൽ സപ്തസിന്ധു റീജിയനിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. എക്സ്റ്റെൻഡഡ് അപ് ടു ദ ഗാൻജറ്റിക് പ്ലെയിൻ. അവിടെ സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ സിന്ധു നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിലായപ്പോഴും എവിടെ എത്തി? അവരിങ്ങ് ഗംഗാ ബേസിനിലെത്തി, ഗംഗാ നദിയുടെ തീരത്തെത്തി. പാസ്റ്ററൽ ലൈഫായിരുന്നു ലേറ്റർ വേദിക്. പാസ്റ്ററൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലിക വളർത്തൽ, അതാണ് അവരുടെ ബേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റേത് ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ അഗ്രികൾച്ചറായി ഇമ്പോർട്ടൻസ്. സെമി നൊമാഡിക് സെറ്റിൽഡ് ലൈഫ്. കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൺ. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡിക്ലൈൻഡ്, കുറഞ്ഞു. ദ ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺഡ് ഫോർ കൾട്ടിവേഷൻ. മറ്റേതൊരു ലേറ്റർ വേദിക് പീരീഡിൽ യൂസ് ഓഫ് അയൺ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഈ ലേറ്റർ വേദിക് പീരീഡിൽ അയൺ ഏജും കൂടാണ്, അയൺ ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ദ സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വർണ്ണ സിസ്റ്റം ബിക്കെയിം സ്ട്രോങ്ങർ. വർണ്ണ അറിയാലോ, ബ്രാഹ്മണ, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ദ യാഗാസ്, സാക്രിഫൈസസ് വർ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ദി ഫാമിലി. ലേറ്റർ വേദിക്കിൽ ദ യാഗാസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് ദ യാഗാസ് ബിക്കെയിം ദ പ്രിവിലേജസ് ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ. ഒരു പ്രത്യേക, ഈ വർണ്ണ സിസ്റ്റത്തിൽ ഒരു പ്രത്യേക സെക്ഷന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നാച്ചുറൽ ഫോഴ്സസ് വെയർ വർഷിപ്പ്ഡ്. അതായത് നാച്ചുറൽ ഫോഴ്സ് എന്ന് വെച്ചാൽ അഗ്നി, ജലം, അതുപോലെ തന്നെ മരുത്, ഉഷസ്, ഇങ്ങനെയുള്ളവരെ ആരാധിച്ചു തുടങ്ങി. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലായപ്പോൾ ന്യൂ ഡൈറ്റീസ് കെയിം ടു ബി വർഷിപ്പ്ഡ്. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.